ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുല. ഈ ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുലേനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല, രണ്ട് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. അതിനെ തന്നെ രണ്ട് പേരുകളാക്കി വിളിക്കാറുണ്ട്. ഒന്ന് ഇതിനെ തന്നെ വേറെ രണ്ട് പേരുകളാണ്, ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല, അപ്പൊ അടുത്ത് എന്തായിരിക്കും? ബാക്ക്വേർഡ് ഡിഫറൻസ്. അപ്പൊ ആദ്യം നമുക്ക് ആ രണ്ട് ഫോർമുലകളും എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും ഇതിൽ എളുപ്പമുള്ള മെത്തേഡ്. ഇതിന്റെ തിയറി നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട അത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ആദ്യത്തെ ഫോർമുല ഏതാണ്? ഫോർവേഡ്. yn is equal to, അല്ലെങ്കിൽ yn of x is equal to y naught plus p delta y naught plus p into p minus 1 divided by 2 factorial into delta square y naught plus p into p minus 1 into p into p minus 1 into p minus 2 into divided by 3 factorial into delta cube y naught plus etc. plus last term p into p minus 1 into etc. p minus n minus 1 divided by n factorial into delta raised to n y naught. ഇതാണ് ആര്? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. അപ്പൊ പിന്നെ അടുത്ത് ബാക്ക്വേർഡ് ഏതാന്ന് പറഞ്ഞുതരാം. yn of x is equal to yn plus p into del y naught plus p into p plus 1 divided by 2 factorial into del square y naught. y ഇതെല്ലാം yn ആണ് കേട്ടോ. അവിടെ നോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ എന്താണ്? n ആണ്. ഓക്കെ. plus p into p plus 1 into p plus 2 divided by 3 factorial into del cube yn plus etc. plus p into p plus 1 into p plus 2 into etc. into p plus n minus 1 divided by n factorial into
del raised to n yn. ഈ രണ്ട് പ്രോബ്ലത്തിലും കോമൺ ആയിട്ട് കാണുന്ന പി എന്ന് പറയുന്ന ആള് ആരാണ്? എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് ഈ ഫോർമുലകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഡാറ്റകളിലകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അതിൽ തരുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് എക്സ് ഐകളുടെ വാല്യൂകൾ തന്നിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്നുണ്ടാവും? എഫ് ഓഫ് എക്സ് ഐകളുടെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ y1, ഇതിനെ എക്സ് എന്നും വിളിക്കും, ഇതിനെ y എന്നും പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറാണ് പതിവ്. ഇതിനകത്ത് നമുക്ക് തരുന്ന ഈ x1, x2, x3 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. അതായത് x2 മൈനസ് x1 എന്ന് വിളിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? h എന്ന് പറയുന്നത്. അതുപോലെ x3 മൈനസ് x2 എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കണം? h തന്നെ ആയിരിക്കണം. ജനറലി xi+1 മൈനസ് xi എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? h ആയിരിക്കണം. ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രമാണ് നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റുക? ഈ ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുലകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയില്ലേ? ഇനി എപ്പോൾ ഫോർവേഡ് ഉപയോഗിക്കണം, എപ്പോൾ ബാക്ക്വേർഡ് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് അടുത്ത വിഷയം. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോബ്ലം എഴുതാം. ഇവാലുവേറ്റ് y equal to e raised to 2x for x equal to 0.05 using the following table. അപ്പോൾ അവർ തന്നിട്ടുള്ള ടേബിള് ഒന്ന് എക്സും ഒന്ന് വൈയുടെയും വാല്യൂ ആണ്. അപ്പോൾ x equal to 0, y equal to 1, 0.1, 1.2214, 0.2, 1.4918, 0.3, 1.8221, 0.4, 2.2255. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവർ തന്നിട്ടുള്ള ഡാറ്റ. അപ്പൊ ഇതിൽ എക്സിന്റെ ആൾക്ക് ഭാഗം നോക്കുക. എക്സിന്റെ ഡാറ്റ നോക്കിയിട്ട് എച്ച് എന്ന് പറയുന്ന xi+1 മൈനസ് xi എന്ന് പറയുന്നത് എപ്പോഴും എച്ച് തന്നെയാണോ കിട്ടുന്നത്? ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? എക്സിന്റെ 0.1 ആണ് ഡിഫറൻസ്. അത് എപ്പോഴും ഓക്കെ ആണ്, ശരിയാണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു. ഇനി നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം എന്താ ഇത് ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യാം എന്നുള്ള ധാരണയാണ്. നമ്മൾ ആ പ്രോബ്ലം ആയതുകൊണ്ട് മനസ്സിലായി. ഇനി ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നമ്മൾ അടുത്ത വിഷയം വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഏതാണ്? 0.05 ആണ്. ഈ 0.05ന്റെ വാല്യൂ ഏകദേശം ഏത് രണ്ട് നമ്പറിന്റെ ഇടയിലാണ് കിടക്കുന്നത്? 0ന്റെയും 0.1ന്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ടേബിളിന്റെ ഫ്രണ്ട് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വാല്യൂ കിടക്കുന്നത്. അങ്ങനെ കിടന്നാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫോർവേഡ് ഫോർമുല ഉപയോഗിക്കുക. സപ്പോസ് ഇത് ഏറ്റവും അടിയിൽ ഇറങ്ങണമെങ്കിലോ, ഇപ്പൊ 3ക്കും 4നും ഇടയിലാണെങ്കിലോ, 0.3ക്കും 0.4നും ഇടയിലാണെങ്കിലോ, അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബാക്ക്വേർഡ് ഫോർമുല ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള നോളജ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ടേബിൾ തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഞാൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം, അതിനുശേഷം മാത്രം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ആദ്യം എക്സിന്റെ വാല്യൂസ് ഞാൻ എഴുതുവാണ്. ഏതൊക്കെയാണ് നമ്മുടെ വാല്യൂ? 0.1,
അടുത്തത് 0.2, 0.3, 0.4 ഇത്രയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഏതാണ്? y 1. ആദ്യം 1 ആണ് വരിക. 0 എന്ന് പറഞ്ഞ ടൈം ഞാൻ എഴുതാൻ വിട്ടുപോയി അല്ലേ? ഓക്കെ, ഇതിന് ഞാൻ 0, ഇതിന് ഞാൻ 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. x, ഇത് y. അപ്പൊ ഇത് 1, 1.2214, 1.4918, 1.8221, 2.2255. അടുത്ത സ്റ്റെപ്പില് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൽറ്റ വൈ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എയ്റ്റ്കൻസ് പ്രോസസ്സിൽ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വാല്യൂ മൈനസ് ഈ വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 0.2214. അടുത്ത് എന്ത് ചെയ്യും? ഇത് മൈനസ് ഇത്. അപ്പൊ എന്ത് കിട്ടും? 0.2704. അടുത്തത് ഇത് മൈനസ് ഇത്. അപ്പൊ എന്ത് കിട്ടും? 0.3303. അടുത്തത് ഇത് മൈനസ് ഇത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.4034. അപ്പൊ കള്ളിയൊക്കെ വരയ്ക്കുമ്പോൾ ആവശ്യത്തിന് സ്പേസ് ഇട്ട് വരയ്ക്കുക, ഇല്ലെങ്കിൽ അവസാനം നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഡെൽറ്റ കഴിഞ്ഞ അടുത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഡെൽറ്റ സ്ക്വയർ വൈ നമ്മൾ കാണേണ്ടി വരും. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 0.0490. അടുത്തത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 0.0599. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 0.0731. അടുത്തപ്പോ എന്തായിരിക്കും? ഡെൽറ്റ ക്യൂബ് വൈ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്നു. എന്ത് കിട്ടും? 0.0109. അടുത്ത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 0.0132. അപ്പൊ ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഡെൽറ്റ റേസ് ടു 4y കൂടി നമ്മൾ എഴുതേണ്ടി വരും. ഇത് മൈനസ് ഇത്. അപ്പൊ എന്ത് ചെയ്യും? 0.0023. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ഡെൽറ്റ റേസ് ടു 4 നമ്മൾ അവസാനിപ്പിച്ചത്. ചിലപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര പോകും? ഡെൽറ്റ 5, ഡെൽറ്റ 6 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി പോകും. അപ്പൊ സാധാരണ നമ്മൾ പോർട്രേറ്റ് ഫോമിൽ എഴുതുന്ന പരീക്ഷ പേപ്പറിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് വരും? ലാൻഡ്സ്കേപ്പ് മോഡ് തിരിച്ചു വെച്ച് ചെയ്തിട്ട് ചിലപ്പോൾ എഴുതേണ്ട ഗതികളൊക്കെ വരാറുണ്ട്, നിങ്ങളുടെ കൈവശത്തിനൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇതൊക്കെ ധാരണയിൽ വേണം. ഈ ടേബിൾ കൺസ്ട്രക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഡിഫറൻസ് ടേബിൾ. കിട്ടിയോ? എന്ത് ടേബിൾ അപ്പൊ ഇത്? അതായത് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടേബിൾ എന്ത് ചെയ്തോളൂ? എല്ലാവരും ചട പടയെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തോളൂ. ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റേജ് ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. എന്താണ്? ഡിഫറൻസ് ടേബിൾ നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഇനി അപ്പൊ നമ്മൾ ഡിഫറൻസ് ടേബിൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വാല്യൂ 0.05 ആയതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഫോർവേഡ് ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോർമുല എന്തായിരുന്നു? y of x equal to y0 plus p into delta y0 plus p into p minus 1 divided by 2 factorial into delta square y0 plus അടുത്തെന്താ? p into p minus 1 into 2 divided by 3 factorial into delta cube y0 പ്ലസ് നമുക്ക് ഡെൽറ്റ റേസ് ടു 4 വരെ അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് വരും? അടുത്ത ടൈം കൂടി ചെയ്താൽ p into p minus 1 into p minus 2 into
p minus 3 divided by 4 factorial into delta raised to 4 y naught പ്ലസ് എക്സെട്ര എന്ന് ചുമ്മാ എഴുതിയിട്ടാൽ മതി. കാരണം ഫോർമുല അതായതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതണം. കാരണം ഫൈ നോട്ട് ഇതിന് ശേഷമുള്ള എല്ലാ കാര്യം എന്താണ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ ഇത്ര എഴുതണ്ടോ. അപ്പൊ നമ്മുടെ അടുത്ത പ്രശ്നം എന്താണ്? പി എന്ന് പറഞ്ഞ ആളാരാ? എക്സ് മൈനസ് ബൈ എച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരാളെ നോക്കുകയാണെങ്കിൽ 0.1 മൈനസ് 0 സോറി തെറ്റിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ആൾ എക്സ് എന്ന് പറയുന്ന ആളോട് ആരായിരുന്നു? 0.05. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് എന്ന് പറയുന്ന ആള്. അതെ, ബൈ എക്സ് നോട്ട്. എക്സ് നോട്ട് ഇവിടെ ആരാ തന്നിരിക്കുന്നത്? നമുക്ക് 0 ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡ് ബൈ എച്ച് എത്ര നമുക്കിവിടെ കണ്ടിരിക്കുന്നത്? 0.1. അപ്പൊ ഇത് എത്രയാ നോക്കിയേ? 0.05 ഡിവൈഡ് ബൈ 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ വാല്യൂസ് ഒക്കെ കൂടി എടുത്തിട്ട് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y of 0.05 is equal to എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? y naught. y naught വാല്യൂ എന്താ? y naught ആരാന്ന് മനസ്സിലായില്ലേ? ഇത് എക്സ് നോട്ട്, ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4. അപ്പൊ ഇതാരായിരിക്കും? ഇത് y നോട്ട്, y1, y2, y3, y4. അപ്പൊ ക്ലാരിറ്റി വന്നില്ലേ? അപ്പൊ അത് കൊടുക്കാം. അപ്പൊ ആരാ കിട്ടിയത്? y നോട്ട് കൊടുക്കണം. അയ്യോ, ഫോർമുല ഇടാൻ മറന്നുപോയി. അപ്പൊ y നോട്ട് എന്ന് പറയുമ്പോൾ ആര് കൊടുത്തു? 1 കൊടുത്തു. പ്ലസ് p ഇൻറ്റു 0.5 ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട്. ഡെൽറ്റ വൈ നോട്ട് ആരാ? ഇതാണ് ഡെൽറ്റ വൈ നോട്ട് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം ഒരു ഭംഗിക്ക്. ഇതാണ് ഇതിനകത്തെ ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ വൈ വൺ, ഡെൽറ്റ വൈ ടു, ഡെൽറ്റ വൈ ത്രീ. ഇതാരാ? ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ വൺ, ഡെൽറ്റ സ്ക്വയർ വൈ ടു. ഇതാരപ്പോ? ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്, ഇത് ഡെൽറ്റ ക്യൂബ് വൈ വൺ, ഇത് ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഷേപ്പ് വരിക എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ടേബിളിന് പോകുന്നൊരു ഷേപ്പ് വരും. ആ ഷേപ്പ് നമുക്ക് നോക്കാം. ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട്. ഡെൽറ്റ വൈ നോട്ട് ആരാ? 0.2214 പ്ലസ് ടി ഇൻറ്റു 0.5 into 0.5 minus 1 divided by 2 factorial എന്ന് പറഞ്ഞാൽ 2 into delta square y naught, അതായത് into 0.0490 പ്ലസ് അടുത്ത എന്താണ് നമുക്ക് വരുന്നത്? p into p minus 1 into p minus 2 divided by 3 factorial. 3 factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 into delta cube y naught. delta cube y naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0109 പ്ലസ് ലാസ്റ്റ് ടൈം എന്താ? p into p minus 1 into p minus 2 into p minus 3 divided by 4 factorial, അതായത് 24 into delta raised to 4 y naught. അതെന്ന് പറഞ്ഞാരാ? 0.0023. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ആവശ്യം വന്ന വാല്യൂസിനൊക്കെ നോക്കി നോക്ക്. ജസ്റ്റ് എങ്ങനെയാ വന്നിരിക്കുന്ന ഈ വാല്യൂസിന്റെ ഒരു വരവ് നോക്ക്. ഇതിങ്ങനെയാണ് ഒരു ലൈൻ വരക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പച്ച ടച്ച് ചെയ്യുന്ന വാല്യൂസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? യൂസ് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ ഫുൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഇല്ലാതെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ ബാക്ക്വേർഡിന്റെ ഏകദേശം എങ്ങനെയായിരിക്കും? അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. അപ്പോൾ മിഡിൽ വരുമ്പോഴോ
സെൻട്രൽ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ആവില്ല, കുറച്ചൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയില്ലേ? ഇനി നേരെ എന്ത് ചെയ്തോളുക, ഇത് സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ എഴുതുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.052. അപ്പൊ അതാണിത് y of 0.05.